ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബോക്സിലോട്ട് സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് വീട്ടുവിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് എങ്ങനെ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്നാണ് ഞാനിന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ആകെ എല്ലാം കൂടി വലിച്ച് വാരിയിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്. അത് എളുപ്പമാക്കി പെട്ടെന്ന് നമ്മുടെ കുക്കിംഗ് ഇത്തിരി ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പതിവ് പോലെയൊക്കെ എണീറ്റു. അപ്പോൾ നമുക്കിന്ന് ദോശയാണ്. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പെട്ടെന്ന് തന്നെയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ദോശ. അപ്പോൾ ദോശയും നമുക്കിന്ന് ചമ്മന്തിയാണ്. ചമ്മന്തി എങ്ങനത്തെയെന്ന് വെച്ചാൽ നല്ല കട്ട ചമ്മന്തി. അതിൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് ഉള്ളിയും വേപ്പില പച്ചമുളക് ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് വെള്ളം കുറച്ചൊഴിച്ചിട്ട് എടുക്കണ കട്ട ചമ്മന്തിയാണെന്ന്. എപ്പോഴും നീളം ചമ്മന്തി ആയതുകൊണ്ട് മടുത്ത്. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കഴിയുന്നത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ചൊക്കെ വെക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുക്കിംഗ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ കുക്ക് ചെയ്യണ നേരത്ത് പോയിട്ട് ഉള്ളി പൊളിക്കുക അതൊക്കെ നമ്മുടെ ജോലി ഭാരം കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലും മടിയുമാകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ അടുക്കളയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന നേരത്ത് തന്നെ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് വെക്കുക നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും കുക്കിങ്. പിന്നെ നമുക്ക് കുറേ നേരമായിട്ട് കിച്ചണിൽ നിൽക്കുകയും വേണ്ട. എളുപ്പം നമ്മുടെ ജോലി കഴിഞ്ഞ് നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ ചെയ്തേക്കണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലേ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മീൻ പീര വെക്കാൻ പോവാം. അപ്പോൾ അതിനോട്ടുള്ള നമ്മുടെ തേങ്ങ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ആദ്യം തന്നെ ഞാനൊന്ന് അരച്ചിട്ട് നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കും. അപ്പോൾ ചെറിയ സിമ്മിലിട്ട് നമ്മൾ പോയിട്ട് അപ്പോൾ നമ്മുടെ മീനൊക്കെ വെട്ടി കഴുകിയൊക്കെ വരുമ്പോഴേക്കും അരപ്പൊക്കെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ നമ്മൾ മീൻ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ചിരണ്ടി പിന്നെ അതിലോട്ട് ഉള്ളി പൊളിച്ചു ഒക്കെ വരുമ്പോൾ നമുക്കൊക്കെ എല്ലാവരും മടി തോന്നും. ഇത് നമ്മൾ മീൻ വെട്ടി വരുമ്പോൾ നമ്മൾ എല്ലാം ഓക്കെയാണ് നമ്മുടെ കറികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ ഇപ്പം മീൻ കറി വെക്കാനാണെങ്കിൽ അതിൻ്റെ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ ഇടാം. അതല്ലെങ്കിൽ പീര വെക്കാനാണെങ്കിലും നമ്മൾ പീരയും എല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സിയിലടിച്ച് ആ ഇത്തിരി കുടംപുളി ഇട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞ് നമ്മുടെ ജോലിക്ക് പോവാം. വരുമ്പോഴേക്കും നമ്മുടെ മീൻ വെട്ടി വരുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല പാകത്തിനുള്ള അരപ്പ് തിളച്ച് പുളിയൊക്കെ വന്ന് കാണും. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം. അതല്ലാണ്ട് നമ്മൾ ഇപ്പോൾ മീൻ കറി വെച്ച് പുളി ഒക്കെ ഇറങ്ങണേക്കാട്ടും മുമ്പ് തന്നെ നമ്മൾ പുളി ഇറങ്ങണതിന് മുമ്പ് മീനിടും. ഇതങ്ങനെയല്ല, തിളച്ച് നല്ല മീനിൻ്റെ പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പണികളൊക്കെ വളരെ എളുപ്പമാകുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് വെക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഒക്കെ റെഡിയാക്കാം. പിന്നെ മീൻ വെട്ടണേക്കാട്ട് മുമ്പ് തന്നെ നമ്മൾ അരപ്പൊക്കെ ഇതാക്കി ഇടണം. അപ്പോൾ എൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി തീർന്നു പോയി. അപ്പോൾ ഞാൻ പച്ചമഞ്ഞളുടെ ഒരു ചെറിയ പീസാണ് ഇട്ടത്. മിക്സിയിൽ അടിച്ചപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായ മഞ്ഞളാണ് എനിക്ക്. അപ്പം ഞാൻ അത് ഉണക്കി പൊടിച്ചാണ് നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തത്. ഇപ്പോൾ തീർന്നു പോയി. അപ്പോൾ അതാണ് ഞാൻ മഞ്ഞളുടെ ഒരു ഇതെടുത്തത്. അപ്പോൾ ഇനി ഞാൻ പീരൊക്കെ ഉള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് ഞാൻ അടുപ്പത്തോട്ട് കയറ്റി വെക്കും. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെട്ടി വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോര് കറി ഉണ്ടാക്കണം.
അപ്പം മോരിൽ ഞാൻ കഷ്ണമൊന്നും ഇടാണ്ടാണ് ഇന്ന് മോര് കാച്ചുന്നത്. അപ്പം ഞാൻ കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും നമ്മുടെ ജീരകവും എല്ലാം കൂടി ഇട്ട് ആണ് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തൈരും കൂടി ഒന്ന് കടഞ്ഞെടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഇപ്പോൾ കഷ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പം പണി പെട്ടെന്ന് കഴിയും. അപ്പം ഞാൻ ആ അരച്ചത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒരരപ്പും കൂടി എനിക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. വേറൊരു 2 മീനാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടി അരപ്പ് റെഡിയാക്കി രണ്ടും കൂടി അടുപ്പത്ത് വെക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ മോര് കറി ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ മോരിന് പുളിയുണ്ടോ എന്ന് നോക്കിയതാണ്. ചിലപ്പോൾ നമ്മൾ മോരൊക്കെ മേടിക്കും, പുളി ഉണ്ടാകത്തില്ല. പുളിയില്ലാത്ത മോര് കൊണ്ട് മോര് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു രസവും ഇല്ല. അപ്പോൾ ഞാൻ മോര് കറി ആദ്യം ഒന്ന് അങ്ങോട്ട് റെഡിയാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമുക്ക് മോര് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ 2 അരപ്പും അതാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ഞാൻ മീൻ പീര വെക്കുന്നുണ്ട്, പിന്നെ ഒരു മീൻ കറിയും വെക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 അരപ്പും ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് ഞാൻ മീൻ വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനി ചെയ്യുന്നത് നമ്മുടെ മീൻ കറിയുടെ അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. ഉള്ളിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മുളക് പൊടി, അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ കഴുകി ഉണക്കി നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിങ്ങനെ ബോക്സിലാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം കഴിയും. നെട്ടൊക്കെ കളഞ്ഞ് വേണം നമ്മുടെ പച്ചമുളകൊക്കെ വെക്കാൻ. എന്നിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്ത് അത് ഞാൻ സാധാരണ ചെയ്യണ പോലെ തന്നെ. എന്നിട്ട് നമ്മൾ എണ്ണ തെളിഞ്ഞതിന് ശേഷം അരപ്പൊക്കെ ഇട്ട് എണ്ണ തെളിഞ്ഞ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ പീരയുടെ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ സിലാവ് മീനാണ് മേടിച്ചേക്കണം. ആ മീനിൻ്റെ കൂടി ഞാൻ അരപ്പിട്ട് വെക്കണേന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ നമുക്ക് എളുപ്പമായിട്ട് തോന്നും. അല്ലെങ്കിൽ നമ്മൾ മീൻ വെട്ടി ക്ഷീണിച്ച് വരുമ്പോഴായിരിക്കും മീൻ അരക്കണം എന്നൊക്കെ തോന്നുന്നത്. എനിക്കങ്ങനെ കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മാർഗ്ഗമാണ് സ്വീകരിച്ചേക്കണം. ഈ എണ്ണ തെളിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പുളിയിട്ട് ഒന്ന് സിമ്മിലാക്കിയിട്ട് പോയിട്ട് നമ്മുടെ മീൻ വെട്ടാം. അപ്പോൾ ചില ദിവസം ഞാൻ തലേദിവസം തന്നെ മീനൊക്കെ വെട്ടി വെക്കും കേട്ടോ. നേരം ഉണ്ടെങ്കിൽ തലേദിവസം തന്നെയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ അരപ്പിൽ ആ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ ധൃതി പിടിച്ച് നമ്മൾ മീൻ ഇടണ്ട അങ്ങനെയൊന്നും വരത്തില്ല. മീനിൽ നല്ലതായിട്ട് പുളിയും പിടിക്കും. നമ്മുടെ മീൻ വെട്ടി കഴിയുന്ന ടൈമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ എൻ്റെ അരപ്പിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പും ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് നമ്മുടെ പണിക്ക് പോകാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകാനായിട്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ വരുമ്പോൾ കരിഞ്ഞിരിക്കും.
അപ്പോൾ ഇത് തിളക്കാനും നിൽക്കണ്ട കേട്ടോ. നമ്മൾ ഇത് നമ്മൾ മൂടി വെച്ച് തീയും കുറച്ച് വെച്ചിട്ടൊക്കെ പോകാം. അപ്പോൾ നമ്മുടെ മീനാണ് ശിലാവ്. എനിക്കിഷ്ടമില്ലാത്ത മീനാണ്. പിന്നെ അതിൻ്റെ തലയൊക്കെ ഞാൻ പൂച്ചക്ക് വെട്ടിക്കൊടുത്താണ്. പിന്നെ അതേ കൊഴുവ ഇതാണെങ്കിൽ ഞാൻ കൂട്ടും. എനിക്കെന്ത് പാമ്പിനെ ഓർമ്മ വരും ആ മീൻ കാണുമ്പോൾ. അപ്പോൾ അതേ ഞാൻ മീനൊക്കെ വെട്ടിക്കഴുകിയൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കൊഴുവയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ അതിൻ്റെ അരപ്പ് തിളച്ചൊക്കെ ഇരിക്കുകയാണ്. അതിലോട്ട് കൊഴുവ ഇട്ട് കൊടുത്ത്. അപ്പോൾ 2 മീനും വെട്ടി ഇപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ 2 മീനും ഇട്ട് കൊടുത്ത്. അപ്പോൾ അത് റെഡിയായി. അല്ലെങ്കിൽ നമ്മൾ വെട്ടി ഒരു 2ലോട്ടും നമ്മൾ ഓരോ അരപ്പൊക്കെ റെഡിയാക്കട്ടെ. അപ്പോൾ അത് നമുക്കൊരു മടുപ്പുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര മടുപ്പാണ്. ഇപ്പം ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ പണി കഴിക്കും ഇപ്പം അല്ലേ. ഇപ്പം നമ്മുടെ 2 ജോലികൾ ഒരുമിച്ച് അങ്ങ് തീർന്നില്ലേ. അപ്പോൾ അതും മുടി വെച്ചു. പിന്നെ മീൻ കുറച്ച് വറക്കാനായിട്ട് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശിലാവ് മീനൊക്കെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ശിലാവ് മീൻ ഞാൻ നേരിയതാക്കിയിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വറുത്തും കിട്ടും. പിന്നെ എന്താ പറയുക, നല്ലതായിട്ട് മൊരിഞ്ഞിരിക്കും. മറ്റേത് നമുക്ക് ശിലാവ് ഭയങ്കര കട്ടിയുള്ള മീനായതുകൊണ്ട് മൊരിയാനായിട്ട് താമസമാണ്. അപ്പോൾ ഇങ്ങനെ പുഴുങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ലൈസായിട്ട് ഇത് അരിഞ്ഞെടുത്താൽ മതി. അപ്പം ഞാൻ നേരത്തെ മസാല നമ്മുടെ ശിലാവ് മീനിനുള്ള മസാല എടുത്തായിരുന്നില്ലേ അരച്ച്. അപ്പോൾ ആ മസാല എല്ലാം കൂടിയാണ് ഞാൻ ഇതിലോട്ടിട്ടത്. അത് നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഞാൻ ശകലം അതിൽ വെച്ചായിരുന്നു. അപ്പോൾ അത് മീനിലോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സംഗതി എളുപ്പമായി. അപ്പോൾ ഞാനിത് കുക്കിംഗ് എളുപ്പം ചെയ്യാവുന്ന ഇത് കണ്ടായി കാണിച്ചു തരുന്നത്. പിന്നെ എല്ലാം മുളക് പൊടി ഇടാനും നമ്മൾ ഇഞ്ചി ഒക്കെ നമ്മൾ പെട്ടെന്ന് പിന്നെ ഈ മീനിലോട്ട് എല്ലാം അരച്ച് വേറൊരു അരപ്പുണ്ടാക്കി എടുക്കണ്ടേ. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മീനും എല്ലാം പുരട്ടി വെച്ചു. അപ്പോൾ നമ്മുടെ മോരുകറിയുടെ താളിച്ചൊക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ ഇത്രയും ജോലികൾ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല, കുളിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ രാവിലെ ഇന്ന് എണീറ്റപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു തുമ്മലിൻ്റെ ഇതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ രാവിലെ വെള്ളം കോരി ഒഴിക്കണ്ട, കുറച്ച് കേട്ടേന്ന് വിചാരിച്ചു, കുക്കിംഗ് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം പണിയൊക്കെ എളുപ്പമെന്ന് എൻ്റെ ഇപ്പം പണി എന്താ പറയുക 10:30 ആയിട്ടുള്ളൂ. ഇപ്പം എല്ലാ ജോലികളും കഴിഞ്ഞു. ഇതേ മീൻപീര റെഡിയായി. അപ്പം ഞാൻ ഇതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം ഇനി നമുക്ക് ഞാൻ മീനൊന്ന് ഒക്കെ ഞാനൊരു ഇതിലാക്കി ഉപ്പ് പുരട്ടിയൊക്കെ വെച്ചായിരുന്നു. അപ്പം അത് വറുത്ത് നമുക്ക് കഴിക്കാറാകുമ്പോഴേക്കും അത് റെഡിയായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാണ് മീനും ഒക്കെ വറുക്കാനിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്